കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ ഒന്നിലധികം പേരെ നഷ്ടപ്പെട്ട വാർത്ത താങ്ങാനാവാതെ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ടൊരു വാർത്തയായിരുന്നു ബേപ്പൂരിൽ നിന്ന് വന്നത്. ഗുണ്ടൽപേട്ടിലെ അപകടത്തിലാണ് ഇത് സംഭവിച്ചത്. ഒരു കുടുംബത്തിലെ 3 പേരാണ് ആ ഒരൊറ്റ അപകടത്തിൽ നശിച്ചു പോയത്. ആ കുടുംബത്തിൻ്റെ തന്നെ സന്തോഷമാണ് അവിടെ നശിച്ചത് എന്ന് പറയാം. അതും 18 വയസ്സുള്ള കുട്ടിയും 40ഉം 37 വയസ്സുള്ള വ്യക്തികളുമാണ് മരിച്ചത്. അത് ഒരു കുടുംബത്തിൻ്റെ തന്നെ ആഘാതമായി എല്ലാവരും കാണുന്നു. 3 പേർ മരിച്ചതിൻ്റെ നടുക്കത്തിൽ നടുവട്ടം നിവാസികൾ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് വിശദീകരിക്കാം. രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട സഹോദരങ്ങൾ വളരെയധികം സന്തോഷത്തോടെയാണ് അവർ പുറപ്പെട്ടത്. എല്ലായ്പ്പോഴും പോകുന്നത് പോലെ അവരുടെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എല്ലാ യാത്രകൾക്ക് മുൻപും അവർ കൃത്യമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ വിശ്വാസത്തിൽ തന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാണാം. റോഡിൽ അസ്മാസിൽ PK മുഹമ്മദ് അജീറിന് 37 വയസ്സും സഹോദരി ആയിഷ നൂറിക്ക് 40 വയസ്സും സഹോദരി പുത്രി നുഹ മുബാറക്കിന് 18 വയസ്സുമാണ്. ഇവരാണ് അപകടത്തിൽ മരിച്ചത്. ബന്ധുവിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ നടുവട്ടം പുഞ്ചപ്പാടം റോഡിൽ ഇവർക്ക് സംഭവിച്ച ഈ ദാരുണ മരണം ശരിക്കും പറഞ്ഞാൽ ഇവർ പോയ വീട്ടുകാരെ ഉൾപ്പെടെ ഞെട്ടിച്ചിരിക്കുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു. പാലുകാച്ച വീട് പോലും നിശബ്ദമായി മാറി. ഗുണ്ടൽപേട്ട് ദേശീയപാതയിൽ ഇവർ സഞ്ചരിച്ച കാറിൽ അതിവേഗത്തിൽ എതിരെ വന്ന ടോറസ് ലോറി ഇടിച്ചാണ് അപകടം. അജീറും ആയിഷ നൂറിനും സംഭവസ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചു. ന്യൂഹ ആശുപത്രിയിലെത്തി യാത്രാമധ്യേയായിരുന്നു മരിച്ചത്. ബാംഗ്ലൂരു ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ജീവനക്കാരനായ മുഹമ്മദ് അജീർ 10 വർഷമായി വിദ്യാരണ്യപുര ആദിത്യനഗറിലാണ് കുടുംബസമേതം താമസം. അരക്കിണർ ഗോവിന്ദവിലാസ് സ്കൂളിന് സമീപം ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കാൻ 10-നാണ് ഇവർ ബാംഗ്ലൂരുവിൽ നിന്നെത്തിയത്. ചടങ്ങിന് ശേഷം ചൊവ്വാഴ്ച രാവിലെ പുറപ്പെടുകയും ചെയ്തു. സ്കൂൾ അവധിയായതിനാൽ അജീറിന്റെ ഭാര്യയും മക്കളും ഒപ്പം പോയില്ല. ആയിഷ നൂറി ബാംഗ്ലൂരിലെ തന്നെ കോളേജ് അധ്യാപികയാണ്. മക്കൾക്കൊപ്പം അവിടെയാണ് സ്ഥിര താമസവും. മക്കൾ സ്കൂൾ ഉള്ളതിനാൽ സഹോദരനൊപ്പമാണ് പുറപ്പെട്ടത്. ഇവരുടെ ഭർത്താവ് കോട്ടയ്ക്കൽ സ്വദേശി ജാഫർ വിദേശത്താണ്. ഇപ്പോൾ ആയിഷ നൂറിയുടെ മകൾ ഹനയും ഒപ്പം പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം അവിടെ ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വിധിച്ചത് ആ പെൺകുഞ്ഞിൻ്റെ അമ്മയുടെ മരണമാണ്. മകൾ ഹന ഇപ്പോഴും അമ്മയെ ചോദിക്കുകയാണ്. എന്ത് സംഭവിച്ചു അമ്മയ്ക്ക് എന്ന് മനസ്സിലാകാതെയാണ് മകൾ നിൽക്കുന്നത്. സ്കൂൾ ഉള്ളത് കൊണ്ടാണ് മകൾ ഒപ്പം പോകാത്തത്. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഓടിയെത്തുക മകൾ ഹനീഫ് തന്നെയായിരിക്കും. എന്നാൽ അതൊരു വലിയ ദുരിതത്തിൽ നിന്നാണ് ആ കുടുംബത്തെ രക്ഷിച്ചത് എന്നുകൂടി പറയാം.